പ്രകാശ് മാഷ്, ഇവിടെ സർക്കാർ പദ്ധതികളെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തേടുക എന്ന പേരിൽ ഒരു നവകേരള സർവേ നടത്തുമ്പോൾ അത് കൃത്യമായി രാഷ്ട്രീയ ദൗത്യമാണ്, രാഷ്ട്രീയ പ്രചാരണ ദൗത്യമാണ് എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയും അതിനെ ന്യായീകരിച്ച് കൂടുതൽ അപഹാസ്യരാകാതിരിക്കുന്നതല്ലേ നല്ലത്? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വിശാലവും ദീർഘവീക്ഷണത്തോടു കൂടിയുമായ കേരള വികസനത്തിന്റെ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ചത് പിണറായി സർക്കാരാണ്. അപ്പം ഞാൻ പൊട്ടനാ? നവകേരളം എന്നുള്ള ആശയം മുന്നോട്ടേക്ക് വെച്ച് കേരളം നാളിതുവരെ നേടിയിരിക്കുന്ന പുരോഗതിയെ നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല, ഇതിനേക്കാൾ കുറേ കൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ ധാരണ വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പല രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമീപിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഭാവി കേരള വികസനത്തിന് ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആരായുന്നത് എങ്ങനെയാണ് അന്യായമായി തീരുക? കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും, അവർ LDF ആവട്ടെ, UDF ആവട്ടെ, പാർട്ടി ഇല്ലാത്തവരാവട്ടെ, അവരെല്ലാം സംബന്ധിച്ച് ഇതൊരു നഷ്ടമാണ്. ഇവിടെ ഇപ്പോ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കാര്യമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് പറയാൻ കഴിയുമോ? CPM-ന്റെ തുടർ ഭരണം വരണം എന്ന് പറയുന്ന കാര്യത്തെ പരസ്യമായിട്ട് ഈ ചർച്ചകളിൽ എവിടെയെങ്കിലും ഉന്നയിക്കപ്പെട്ടു വന്നു? തുടർഭരണം എന്ന് പറയണം, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഓഡിയോ ആണ് ഇന്നലെ പുറത്തു വന്നത്. മാത്രമല്ല, UDF-ന്റെ കാലത്തേക്ക് തിരിച്ചു പോകണോ, UDF-ന്റെ കാലത്ത് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തടഞ്ഞത് എന്നുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജനങ്ങളെ സമീപിക്കാൻ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്, അല്ലാതെ ഒന്നുമല്ല. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. ഒരു ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനും ആ ഗവൺമെന്റ് വീണ്ടും വരണമെന്ന് പറയാനുള്ള അധികാരം ഗവൺമെന്റിനില്ലേ, മുഖ്യമന്ത്രിക്കില്ലേ? സാമൂഹ്യ സന്നദ്ധ സേന പോർട്ടൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നും ഇന്നലെയുമല്ല. അത്തരം ഒരു സേന ഉണ്ടാക്കിയത് എന്തിനാ? സാമൂഹ്യ സന്നദ്ധ സേവനത്തിന് സന്നദ്ധമായ ചെറുപ്പക്കാരികളെയും രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് സേന. സമൂഹത്തെ സേവിക്കാൻ പ്രത്യേകിച്ച് പ്രതിഫലം ഇച്ഛിക്കാതെ ഞാൻ സന്നദ്ധമാണ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗവൺമെന്റാണ്. അങ്ങ് പറഞ്ഞ സേനയല്ല സാർ ഈ സർവേ നടത്തുന്നത്, അങ്ങ് പറഞ്ഞ സേനയല്ല. ഈ സേന CPM-ന്റെ സേനയാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ സേനയാണ് ഈ സർവേ നടത്തുന്നത്. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ അനാവശ്യം പറയരുത്, നിങ്ങൾ അനാവശ്യം പറയരുത്. അതിന് വേണ്ടിയിട്ടൊക്കെ പോർട്ടലിൽ വരുന്ന പറയും. അല്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയ പോർട്ടലല്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയ പോർട്ടലല്ല അത്. അതിപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന അതിനു വേണ്ടിയായിരിക്കും. ഇവൻ ശരിയല്ല. നിങ്ങൾക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പറയരുത്. ഇതിൽ സാമൂഹ്യ സേവന താല്പര്യമായിട്ടുള്ള ആർക്കും ചേരാം. DYFക്ക് ചേരാം, യൂത്ത് കോൺഗ്രസിന് ചേരാം, യുവമോർച്ചയ്ക്ക് ചേരാം, ആർക്കും ചേരാം. അപ്പോ ഈ സർക്കാരിന്റെ ഈ സർവേയിൽ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടോ, BJPക്കാരുണ്ടോ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടോ? ഇപ്പൊ സർക്കാർ ഇപ്പൊ നടത്തുന്ന നവകേരള സർവേയിൽ ഉത്തരം പറ. ഇല്ല, നൂറുകണക്കിന് ആളുകളുണ്ട്. അല്ല, നിങ്ങൾക്ക് CPM-ന് വിരോധം ഉണ്ടാവും. അല്ല, ആ പോർട്ടൽ വഴിയാണ് സന്നദ്ധ പ്രവർത്തകരെങ്കിൽ അതിൽ CPM-കാർ മാത്രം പോരല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോ CPM-ന് വേണ്ടിയുള്ള പോർട്ടലായി അത് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത് നിങ്ങൾ പറയണം. ഇതാ കോൺഗ്രസിന്റെ അണികളല്ലേ ഈ സർവേ നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കൂ. അത് കോൺഗ്രസ്സുകാരനാണ്, ഇത് BJPക്കാരനാണ്, സർക്കാരിന്റെ തുടർഭരണത്തിന് വേണ്ടി അവരാണ് ഈ പ്രചാരണം നടത്തുന്നത് എന്ന് പറയൂ. നിങ്ങൾക്ക് CPM-ന് മോശമാക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇവിടെ അയ്യപ്പ സംഗമത്തിന് ഒരു അവിടെയുള്ള ഗസ്റ്റ് ഹൗസിൽ കിടക്ക വാങ്ങിയപ്പോ അത് മുഖ്യമന്ത്രി കിടക്കാനാണെന്ന് നിങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കേരള ഗവൺമെന്റ് എങ്ങനെയാണ് അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ആ കണക്കുകൾ പുറത്തു പറഞ്ഞാൽ 1 അല്ല 2 അല്ല 3 അല്ല 4 5 കണക്കുകളൊക്കെയാണ് റിപ്പോർട്ടുകളായിട്ട് വരുന്നത്. അപ്പോ അതിലേക്ക് പോയാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. മനോരമക്കാരൻ ഞങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടാ. പേടിപ്പിക്കുന്നില്ല, എന്തിനാ മനോരമക്കാരൻ ഞങ്ങളെ പേടിപ്പിക്കുന്നുമുണ്ട. ഞങ്ങൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞു ഇതിപ്പോ മറ്റ് വികസന പ്രവർത്തികളൊക്കെ തടയുന്നത് പോലെ ഈ സർവേയും തടയാൻ കഴിഞ്ഞു എന്ന് കോൺഗ്രസിന് വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശ്വസിക്കാവുന്ന. അപ്പോ ഇത് സുപ്രീം കോടതിയെ സമീപിച്ച് എന്താണ്? ഇതിപ്പോ നികുതി പണം എടുത്ത് 20 കോടി ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു, വീണ്ടും സുപ്രീം കോടതിയിൽ പോകുമ്പോൾ വീണ്ടും നികുതി പണം എടുക്കുന്നു. ആ ദൗത്യത്തിന് പിന്നിൽ എന്താണ്? അതെ അതെ, അതുകൊണ്ട് കേരളത്തിലെ പണം ചെലവാക്കാൻ തീരുമാനിച്ച ഞങ്ങളെയാണല്ലോ, കേരളത്തിലെ ജനങ്ങൾ. നിങ്ങളെയല്ലോ. ഇങ്ങനെ ചെലവാക്കാനാണോ തീരുമാനിച്ചത്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ന്യായമായി ചെയ്യുന്ന ഒരു കാര്യം ഹൈക്കോടതിയിൽ ഇപ്പോ വിലക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ കേരളത്തിലെ കാര്യം തീരുമാനിക്കാൻ നിങ്ങളാരാ? അതിന് തീരുമാനിച്ചല്ലേ ഗവൺമെന്റ്, അത് തീരുമാനിച്ചല്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്തല്ലേ ഈ മന്ത്രിസഭ.
അല്ല ഓർഡറിലേക്ക് വന്നൊന്നുമല്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച ഒരു നല്ല കാര്യം, അത് സാങ്കേതിക കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ആളുകൾ ശ്രമിക്കുമ്പോൾ നീതിന്യായപ്പെടുത്ത സമീപിക്കുക, അല്ലാതെ ഗവൺമെന്റ് എന്താ ചെയ്യുക? നവകേരളം വേണ്ട എന്ന് പറയുന്ന കാഴ്ചപ്പാട് വെക്കാൻ കഴിയോ? ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവില്ല. പിന്നെ പണം എന്തോ നിങ്ങളുടേത്, ചെലവഴിക്കുന്നതോ ഞങ്ങൾ, അങ്ങനെയൊന്നല്ല. കേരളത്തിന്റെ പണം ചെലവഴിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റാ LDF പിണറായി വിജയൻ ഗവൺമെന്റ്. അത് CPM-ന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിക്കാനല്ല ജനങ്ങൾ നിങ്ങളെ മനോരമയുടെ താല്പര്യം ജനങ്ങൾക്ക് അറിയാത്തല്ല. പക്ഷേ നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. ഈ കഴിഞ്ഞ 3 കൊല്ലം ഇന്ത്യയിൽ 21 കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് കേരളമാണെന്ന് പറഞ്ഞ് വേറെ ആരുമല്ല, നിതി ആയോഗാണ്. അതിനൊന്നും ഇല്ലേ? നിങ്ങൾക്ക് ഞങ്ങൾ മോശം, കാരണം നിങ്ങളും അതുപോലെ ഈ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒരേ താല്പര്യക്കാരാണ്. ഞങ്ങൾ ജനങ്ങളുടെ താല്പര്യം അംഗീകരിക്കുന്നവരാണ്. നിങ്ങൾക്ക് ജനങ്ങളുടെ താല്പര്യമല്ല വലുത്, നിങ്ങൾക്ക് സമ്പന്നന്മാരുടെ പ്രമാണിമാരുടെ അവരുടെ താല്പര്യം നിങ്ങൾക്ക് വരുത്. CPM-ന് വോട്ട് ചെയ്യുക ഇത് പറയാനൊന്നുമല്ലല്ലോ അവർ പോയിരിക്കുന്നേ. അവര് നേരത്തെ ഒരുപാട് കാലമായിട്ട് സന്നദ്ധ സേവനാണ്, അല്ലാതെ പറയുന്ന പോലെ പണം കിട്ടിയ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. അത് നമ്മുടെ മുന്നിലുണ്ട്, അത് ശബ്ദരേഖയായി നമ്മുടെ മുന്നിലുണ്ട്. രാഷ്ട്രീയം തന്നെയാണ്. LDF-ന്റെ ഗവൺമെന്റ് വന്നാലേ സാധിക്കൂ എന്നുള്ളത് രാഷ്ട്രീയമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജിൻഡോ ജോണി, പിന്നെ തുടങ്ങിയേക്കാം. പ്രകാശം മാസ്റ്റർ ആദ്യം തന്നെ തുടങ്ങിയ ഒരു വാചകം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഇത് കേൾക്കുന്നവരും, അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നത് 1-ാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോഴാണ്. അതെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ആദ്യത്തെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത EMS നമ്പൂതിരിപ്പാടിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നില്ല, EK നയനാർക്ക് ഈ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നില്ല, അതുപോലെ VS അച്യുതാനന്ദനും ഉണ്ടായില്ല. അതല്ല ഉദ്ദേശം. ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുമല്ല, പിണറായി വിജയന്റെ വിടുവല ചെയ്യുന്ന കുറെ ആളുകളുടെ സംഘമായി ഇത് മാറി. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇവരെല്ലാത്തിലും 1-ാം സ്ഥാനത്തെ കുറിച്ച് 1-ാം നമ്പറിനെ കുറിച്ച് പറയും. എന്റെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1970-കളിൽ ഡോക്ടർ KN രാജ് കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. സാമ്പത്തിക വികസനമില്ലാതെ സാമൂഹ്യ വിപ്ലവം സാധ്യമായ ഒരു നാട് എന്നുള്ളതാണ്. അതായത് പൊതുജനാരോഗ്യ, പൊതുവിദ്യാഭ്യാസ, പൊതുവിതരണ രംഗത്തെ 1-ാം സ്ഥാനം എന്നുള്ളത് 70-കളിൽ. അപ്പൊ അന്ന് 1-ാം സ്ഥാനത്തുള്ള വകുപ്പുകളെ തന്നെ ചൂണ്ടിയിട്ട് ഇവർ ഇന്നും പറയാം 1-ാം സ്ഥാനത്താണ്, ദീർഘവീക്ഷണം ഉണ്ടാക്കിയത് പിണറായി വിജയനാണ്. അല്പത്തരം എന്നാ പറയാനുള്ളത്. ഇനി അദ്ദേഹം പറയുന്നത് എന്താ, നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് 10 കൊല്ലത്തെ ഭരണം കഴിഞ്ഞിട്ട് ഇനിയും പുതിയൊരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സർവേ നടത്തുകയാണെന്ന്. അപ്പൊ ഈ 10 കൊല്ലം എന്താ ഇവര് സൃഷ്ടിച്ചത്? അത് മറ്റൊരു നവകേരളം. അപ്പൊ ശരിക്കും എത്ര നവകേരളം ഉണ്ട്? ഇനി അടുത്തത് അദ്ദേഹം പറഞ്ഞ എന്താ, സന്നദ്ധ പോർട്ടൽ 2020-ൽ ഉണ്ടായതാണ്. ശരിയാണ്. ഏത് സമയത്താ? കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴെന്ത് പാൻഡമിക്കാ ഉള്ളത്? ഇപ്പൊ എന്ത് ദുരന്തമുള്ളത്? ഞാൻ മനസ്സിലാക്കിയോടത്തോളം 10 കൊല്ലം കേരളം ഭരിച്ചിട്ട് സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിക്കുന്ന ഒരേ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ സർക്കാരാ. ആ ദുരന്തത്തെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് 20 കോടി രൂപ ചെലവഴിച്ച് സഖാക്കന്മാരെ കൊണ്ട് വീടുകൾ കയറി നിരങ്ങിയിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രചരണ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിച്ചത്. അതാണ് ഇവിടെ നമ്മളെല്ലാം ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള നിങ്ങളുടെ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ നവകേരള സദസ് ഉണ്ടാക്കി. എന്തായിരുന്നു? വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തേക്ക് നിങ്ങൾ 1,05,00,000 ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കക്കൂസ്, 360 ഡിഗ്രി തിരിയുന്ന കസേര, എന്തൊക്കെ പരിപാടിയായിരുന്നു. കാഴ്ച ബംഗ്ലാവ് ഒരുക്കിക്കൊണ്ട് കേരളത്തിലെ മന്ത്രിമാർ യാത്ര ചെയ്യുന്നു. എന്നിട്ട് AK ബാലനെ പോലുള്ള ആളുകൾ പറയാ ഇതുകൊണ്ട് മ്യൂസിയത്തിൽ വെച്ച കേരളത്തിന്റെ സാമ്പത്തിക പരാധീനത മൊത്തം അതിജീവിക്കാൻ പറ്റും. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടൂറിസ്റ്റുകൾ കടന്നു വരില്ലേ മന്ത്രിമാർ സഞ്ചരിച്ച ഈ അത്ഭുത വാഹനം കാണാൻ. ഇപ്പൊ എവിടെയുണ്ട് സാറേ ഈ വണ്ടി? എവിടെയുണ്ട്? എന്താ ഉറക്കം വരുന്നു? അടിക്കടി കേരളത്തിന്റെ ധനമന്ത്രി പറയില്ല മുണ്ട് മുറുക്കി കൊടുക്കാൻ. എന്നാ പിന്നെ ഈ വണ്ടിയുടെ ഗേറ്റ് മറ്റേ ഡോറിന്റെ അടുത്ത് പോയി പിരിവെടുത്താൽ പോരെ ധനമന്ത്രിക്ക് കേരളത്തിന്റെ സാമ്പത്തിക പരാധീനത പരിഹരിക്കാൻ? ശ്രീ യുവരാജ് ഗോകുൽ, നവകേരള ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട് BJP-ക്കാർ ആരെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അല്ല, ശ്രീ പ്രകാശ് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്
എന്താണ് ഈ മറ്റേ സേവന സന്നദ്ധ പോർട്ടലുണ്ടല്ലോ അതുവഴി ഒരുപാട് BJP-ക്കാരും മറ്റു പാർട്ടിക്കാരും ഒക്കെ ഈ പറയുന്ന സർവേയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ള കാര്യം. ഈ സഖാക്കള് വീട് കയറി സർവേ നടത്തി കഴിയുമ്പോഴാണ് തങ്ങളുടെ സർക്കാരിനെ കുറിച്ചിട്ടും തങ്ങളുടെ ഭരണത്തിനെ കുറിച്ചിട്ടും ഇത്രയും മോശമായ അഭിപ്രായമാണ് നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശം മാഷ് പറഞ്ഞ ആ ഒരു കാര്യം സത്യമാവാൻ സാധ്യതയുണ്ട്. കാരണം സർവേ നടത്താൻ പോയ ആൾക്കാർ മറ്റു പാർട്ടിക്കാരും ഉണ്ടായിട്ടുണ്ടാവും. കാരണം മറ്റു പാർട്ടിക്കാരായി പരിണമിച്ചിട്ട് അവർ മറ്റു പാർട്ടിക്കാരായിട്ടുണ്ടാകാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് ഈ പറയുന്ന ഒരു സർവേ അവർ ആരംഭിച്ചത്. 2031 എങ്ങനെ വികസനം ഉണ്ടാകണം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സർവേ ആരംഭിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. നീ എന്തിനാണ് പറയാൻ പോയി? അനൂപെ, എനിക്ക് അതിനകത്ത് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഇറങ്ങിപ്പോകാൻ സമയത്തല്ലല്ലോ 5 വർഷത്തെ പദ്ധതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കേണ്ടത്. ചളമായെന്നാ തോന്നുന്നു. 2021 ഈ സർക്കാർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ മാസങ്ങളിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തിനകത്തോ അല്ല ഇങ്ങനെ ഒരു സർവേ നടത്തേണ്ടുന്നത്. 2026 ഈ സർക്കാർ ഇറങ്ങി പോകാൻ സമയത്ത് ഇങ്ങനെ ഒരു സർവേ ടീം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്താ ആ പ്രതീക്ഷയും നിങ്ങൾ തന്നെ പറയുകയാണ് ഈ പറയുന്ന സേവന പോർട്ടൽ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉള്ളതാണ്, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരെ മണ്ടന്മാരാണെന്നാണോ പ്രകാശം മാഷ് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു നടത്തു പോണ മാതിരില്ല. പ്രകാശം മാഷ് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് ഈ സർക്കാർ CPM-ന്റെ ഗവൺമെന്റ് തുടരേണ്ടുന്നതുണ്ട് എന്ന് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്. 2031 നവ കേരളത്തെ കുറിച്ചിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ 2031 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വപ്നം കാണാൻ വേണ്ടി 2031 തുടരുമെന്ന് പ്രകാശം മാഷോ ഗോവിന്ദൻ മാഷോ അല്ല പിണറായി വിജയനോ ധരിക്കേണ്ടുന്നതില്ല. ഈ സർക്കാരിന്റെ ആയുസ് എണ്ണപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.